വിവാഹത്തിന് ശേഷം മറ്റൊരാളുമായിട്ട് പ്രണയത്തിലാകുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. ചിലർക്കത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനവർ പല റീസൺസ് കണ്ടെത്തും. വിവാഹ ബന്ധം വേർപെടുത്തി മറ്റൊരു പ്രണയത്തിലേക്ക് പോകുന്നവരുണ്ട്. ഇവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം ഇതൊക്കെ ഓരോ ആളുകളുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്തായാലും സംഭവം എന്താണെന്ന് പറയാം. ബുദ്ധിമാന്ദ്യമുള്ള ഒരു യുവതി തന്റെ ഭർത്താവിനെ ഇഷ്ടമാണെന്നറിഞ്ഞ് ആ യുവതിയെ കൊണ്ട് സ്വന്തം ഭർത്താവിനെ വിവാഹം കഴിപ്പിച്ചിരിക്കുകയാണ് ഭാര്യ. ഇപ്പോഴിതാ ഈ വിവാഹത്തിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. തെലങ്കാനയിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. സുരേഷ് എന്ന യുവാവ് സ്വന്തം ഭാര്യയുടെ സമ്മതത്തോടെ മകന്റെയും മകളുടെയും മുന്നിൽ വെച്ച് വീണ്ടും വിവാഹിതനായിരിക്കുകയാണ്. ഇവരുടെ കഥ ഇങ്ങനെയാണ്. ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന സന്ധ്യയും സുരേഷും അടുത്തിടെ അടുപ്പത്തിലാവുകയായിരുന്നു. ഇതറിഞ്ഞ സുരേഷിന്റെ ആദ്യ ഭാര്യ സരിതയോട് സന്ധ്യയുടെ മാതാപിതാക്കൾ തന്റെ മകൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ സന്ധ്യയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സരിത ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ വളരെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ സുരേഷ് സന്ധ്യയെ വിവാഹം കഴിക്കുകയായിരുന്നു. ഈ ഒരു വാർത്തയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. ആദ്യ ഭാര്യ നിലവിൽ ഉള്ളപ്പോൾ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് അസാധുവാക്കപ്പെടും. അതേസമയം വയ്യാത്ത ഒരു സ്ത്രീക്ക് ജീവിതം നൽകിയതിന് സമ്മതിച്ച ഭാര്യയെ പ്രശംസിക്കുന്നവരുമുണ്ട്. അതേസമയം തന്നെ ഇത്തരം കൊച്ചു കൊച്ചു വാർത്തകൾക്കിടയിൽ ഇപ്പോൾ നടക്കുന്ന ചൂടേറിയ ചർച്ചകളിൽ ഒന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നടി രേവതിയെക്കുറിച്ചും സംവിധായകനെക്കുറിച്ചും നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് നടി. നടി പറയുന്നത് ഇങ്ങനെയാണ്: രഞ്ജിത്തിനെയും എന്നെയും കുറിച്ച് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ചിത്രങ്ങളൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് നടി തനിക്കെതിരെ വന്ന ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതേസമയം നടിക്കെതിരെ ഇന്നലെ ആരോപണങ്ങളുമായിട്ട് വന്ന ആ വ്യക്തി ആ തെളിവുകളെല്ലാം തന്നെ കാണിക്കേണ്ടവരെ കാണിക്കുമെന്ന് യുവാവ് പറയുന്നുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനു പിന്നാലെ പുതിയ പുതിയ വാർത്തകളാണ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ എത്രമാത്രം ജെന്യുവിനിറ്റി ഉണ്ട് എന്നുള്ളത് അന്വേഷിച്ചു കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. അതേസമയം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രമുഖ നടന്മാരുടെ പ്രതികരണം ഇന്ന് പുറത്തു വരും എന്നാണ് അറിയാൻ സാധിച്ചത്. പലർക്കും അറിയാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ പല പ്രമുഖരും ഇതിൽ നിന്നും ഒളിച്ചോടുന്നുണ്ട്. തെറ്റൊന്നും ചെയ്തില്ല എങ്കിൽ ഇവർ മാധ്യമങ്ങളെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങളെ ഫേസ് ചെയ്യാൻ എന്തിനാണ് ബുദ്ധിമുട്ടുന്നത്